ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായി പോകുന്നത്, നിങ്ങൾ ജോലി ചെയ്യുകയാണ്, നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ട്രേഡ് ചെയ്യാനായി പറ്റില്ല. അതേപോലെ ന്യൂയോർക്ക് സെക്ഷൻ, ലണ്ടൻ സെക്ഷൻ, അങ്ങനെ ഈ സെക്ഷനൊന്നും നോക്കി നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ട്രേഡ് ചെയ്യാനായി കഴിയില്ല. കാരണം നമുക്ക് ജോലിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡിംഗ് ചാർട്ടോ മറ്റോ നോക്കിയിരിക്കാൻ കഴിയില്ല, നമ്മൾ സെറ്റപ്പിനായി നോക്കിയിരിക്കാൻ കഴിയില്ല. ഇതുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രേഡ് ചെയ്തിരുന്നത്. ഇത് വളരെ സിമ്പിളാണ്, ഏതൊരു കൊച്ചു കുട്ടിക്കും മനസ്സിലാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്, വളരെ സിമ്പിളാണ്. അതേപോലെ ഇത് ഹൈ വിൻ റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി കൂടിയാണ്. ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായി പോകുന്നത്. ഓക്കെ, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു സ്ട്രാറ്റജിക്ക് വളരെ ക്ഷമ വേണം. നിങ്ങൾക്ക് ചാർട്ടിൽ നോക്കിയിരിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ജസ്റ്റ് നിങ്ങളൊരു ബൈ ലിമിറ്റോ അല്ലെങ്കിൽ സെൽ ലിമിറ്റോ ഓർഡർ സെറ്റ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഫോർഗോട്ട്, സെറ്റ് ആൻഡ് ഫോർഗോട്ട് എന്നാണ് ഈ ഒരു സ്ട്രാറ്റജിക്ക് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊരു പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്ത് വെക്കുക, അതിനുശേഷം നിങ്ങൾ മറന്നു കളയുക. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നിങ്ങളൊരു ടാർഗറ്റ്, അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ട്രേഡിങ് 4 ഹവറിലാണ് നമ്മൾ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. 4 ഹവർ ടൈം ഫ്രെയിമിലാണ് ഈ ട്രേഡിങ് സ്ട്രാറ്റജി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 4 ഹവർ ടൈം ഫ്രെയിമിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജി വളരെ ടൈം എടുക്കും. അതായത് ക്ഷമ വേണം. ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങളൊരു ജോലി ചെയ്യുകയാണ്, നിങ്ങൾക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം വേണം. തീർച്ചയായിട്ടും നമുക്ക് ഒരു ഇൻകം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങൾ നേടിയെടുക്കാനായി കഴിയില്ല. അപ്പോൾ നമുക്ക് സൈഡ് ഇൻകം വേണം. ഞാൻ ജോലി ചെയ്ത സമയത്തും ഞാൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. ഇത് ചാർട്ട് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്. ഓക്കെ, ടെൻഷൻ ഫ്രീ ആണ്. നിരവധി വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും, ലോവർ ടൈമിൽ സ്കാൽപ്പിംഗ് ചെയ്യുന്നത്, 5 മിനിറ്റിൽ 1 മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ട്രേഡ് ചെയ്തത് കൊണ്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ ആകണമെന്ന് യാതൊരു ഉറപ്പുമില്ല. തീർച്ചയായിട്ടും നിരവധി തവണ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇത് എന്തിനാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ചാൽ, മറ്റ് യൂട്യൂബേഴ്സ് ഈ സ്കാൽപ്പിങ് 5 മിനിറ്റിലും 1 മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്ത് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അവർക്ക് അത്രയും ബ്രോക്കറേജ് കിട്ടാനായിട്ടാണ്. അതായത് ഇവർ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ബ്രോക്കറൊക്കെ അധിക പൈസ കിട്ടാനായിട്ടാണ്. ബ്രോക്കറേജ് നമ്മൾ ഈ ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ എത്രത്തോളം അധികമായിട്ട് ട്രേഡ് ചെയ്യുന്നു അത്രയും ബ്രോക്കറേജാണ് ഈ ഒരു ബ്രോക്കറിനൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മളെ കൊണ്ട് ലോവർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യിപ്പിക്കുകയാണ് അവർ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, 4 ഹവറിലും ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റബിളായിട്ട് മാറാൻ പറ്റും. ഓവർ ട്രേഡിങ് ഇല്ലാതെ അങ്ങ് ട്രേഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഞാനൊക്കെ തുടക്ക സമയത്ത് നേരിട്ട ഒരു പ്രധാന പ്രശ്നമാണ് ഓവർ ട്രേഡിങ്. 50 മിനിറ്റിൽ, പിന്നെ ഞാൻ 50 മിനിറ്റിലേക്ക് ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്തിട്ട് 50 മിനിറ്റിലാണ് ഞാനിപ്പം ഡേ ട്രേഡിങ് 50 മിനിറ്റിലും എൻ്റെ ലോങ് ടൈം, അതായത് സ്വിംഗ് ട്രേഡിങ് 4 ഹവറിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിലൂടെ എൻ്റെ ഓവർ ട്രേഡിങ് ഞാൻ നിർത്തി. മാസത്തിലോ 1, 2, 3 സെറ്റപ്പൊക്കെ കിട്ടും. ആ സെറ്റപ്പ് ഉപയോഗിച്ച് ഞാൻ ട്രേഡ് എടുക്കും. ഒന്നുകിൽ ടാർഗറ്റ്, ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ സിമ്പിളാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതേപോലെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഇത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. വളരെ സിമ്പിളാണ്, നല്ല വിൻ റേറ്റ് ഉള്ളൊരു സ്ട്രാറ്റജിയാണ്. അതായത് ഹയർ ടൈം ഫ്രെയിം ആയതുകൊണ്ട് തന്നെ വളരെ വിൻ റേറ്റ് ഉള്ളൊരു സ്ട്രാറ്റജി കൂടിയാണ്. പക്ഷേ ക്ഷമ വേണം. ഓക്കെ, അപ്പം ഈ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പേ വീഡിയോ ലൈക്കോ കാര്യങ്ങളൊന്നും ചെയ്തതിന് കുഴപ്പമില്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ. അപ്പം നിങ്ങൾ ഈ വീഡിയോ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒരു വീഡിയോ കണ്ട ശേഷം. അതിനുശേഷം നിങ്ങൾ പറയുക, നിങ്ങൾ ലൈക്കോ കാര്യങ്ങളോ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ജോലി ചെയ്യുകയാണ്, ട്രേഡിങ് സമയമില്ല, അതേപോലെ നിങ്ങൾ സ്റ്റുഡൻ്റാണ്. ഓക്കെ, സ്റ്റുഡൻ്റാണ്, നിങ്ങൾക്ക് സൈഡ് ഇൻകം വേണം, ചെറിയ ക്യാപിറ്റലിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച്, സെറ്റ് ആൻഡ് ഫോർഗോട്ട് എന്ന ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ
ടെൻഷൻ ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ നിങ്ങൾക്ക് സ്ട്രാറ്റജി പറഞ്ഞു തരാം. അപ്പം ഞാൻ ഈ ഒരു സ്ട്രാറ്റജി കാണിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചാർട്ടിനകത്ത് 4 hour ടൈം ഫ്രെയിം ആക്കുക. 4 hour ടൈം ഫ്രെയിമിലേക്ക് ചേഞ്ച് ചെയ്യുക. പിന്നീട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിവിടെ യൂറോ USD, പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രാറ്റജി എല്ലാ കറൻസി പെയറിലും വർക്കിംഗ് ആണ്. അതേപോലെ ഇൻഡെക്സിനകത്ത് US13 പോലുള്ള US 500 US13 പോലുള്ള ഇൻഡെക്സ് ഫണ്ടിനകത്തൊക്കെ ഇത് വർക്കിംഗ് ആണ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ പ്രോഫിറ്റബിളായിട്ട് മാറാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പൈസ പണമോ എനിക്കൊന്നും വേണ്ട. നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ട്രാറ്റജി പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 4 hour ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ വരച്ച് നോക്കുക. ഇതുവരെ നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇവിടെ തൊട്ട് ബെയറിഷായി മാറി, ബെയറിഷായി. അപ്പം ചേഞ്ച് ഓഫ് ക്യാരക്ടർ, മാർക്കറ്റ് ഇവിടം വരെ ബുള്ളിഷായിരുന്നു, ഇത് ഇങ്ങോട്ട് മാർക്കറ്റ് ബെയറിഷായി മാറി. 4 hourലാണ് 4 hour നമ്മുടെ ഓവറോൾ ബയാസ് എന്ന് പറയുന്നത്. ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത് 4 hour ആണ്. ഓക്കെ, ആ ട്രെൻഡ് ഉപയോഗിച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാൻ മറന്നുപോയ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ട്രെൻഡ് മാറി, അതായത് ഇവിടെ 4 hourൽ ഇത്രയും ബുള്ളിഷായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ട്രെൻഡ് മാറി, അതായത് ഇവിടം വരെ ബുള്ളിഷായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്സൈഡ് ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ്. ഇവിടം വരെ മാർക്കറ്റ് ബുള്ളിഷായി, പിന്നെ ഇങ്ങോട്ടാണ് മാർക്കറ്റ് ബെയറിഷായത്. ഓക്കെ, അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഫസ്റ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി ഉടൻ തന്നെ സെല്ല് ചെയ്യാൻ നിൽക്കരുത്. ചിലപ്പോൾ അതൊരു ലിക്വിഡിറ്റി സ്വീപ്പായിരിക്കാം. എന്ന് വെച്ചാൽ ഇവിടം വരെ വന്നിട്ട് ഫസ്റ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ ശേഷം മാത്രമേ നിങ്ങൾ സെല്ല് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത് ചിലപ്പോൾ ഒരു ലിക്വിഡിറ്റി സ്വീപ്പായിരിക്കാം. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ശേഷം വീണ്ടും മാർക്കറ്റ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വീണ്ടും ഒരു ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു ഡൗൺ സൈഡ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ സെല്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാം, നമുക്ക് അത്രയും കോൺഫർമേഷൻ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, ഞാൻ ട്രേഡ് എടുത്തില്ല, വീണ്ടും നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാർക്കറ്റ് ബെയറിഷായി, 4 hourൽ മാർക്കറ്റ് ബെയറിഷായെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു ടൂൾ എന്ന് പറയുന്നത്, അതാണ് ഫെബിനാച്ചി ടൂള്, ഫെബ് ടൂൾ എന്ന് നമ്മൾ പറയും. അപ്പം ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്ററോ മറ്റോ ഒന്നുമല്ല. ഇത് ട്രേഡിങ്ങിൽ ഇൻഡിക്കേറ്ററൊക്കെ വരുന്ന വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ള ഒരു മെഷറിങ് ടൂളാണ്. ഇതൊരു മെഷറിങ് ടൂളാണ്, അല്ലാതെ നിരവധി ആൾക്കാർ പറയാറുണ്ട് ഇതൊരു ഇൻഡിക്കേറ്ററാണ് എന്നൊക്കെ. അപ്പോൾ ഇത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമുക്കൊരു ടൂളാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫെബിനാച്ചി ടൂൾ എടുക്കാൻ അറിയത്തില്ലെങ്കിൽ അതെങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ, നേരെ നിങ്ങൾ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോവുക. ഇവിടെ ആയിട്ടൊരു സാധനം കാണും, ഫോർകാസ്റ്റിംഗ് ആൻഡ് മെഷർമെൻറ്റ് അതല്ല. ഓക്കെ, സോറി, ഗ്യാൻ ആൻഡ് ഫെബിനാച്ചി, ഗ്യാൻ ബോക്സ്, അതേപോലെ ഫെബിനാച്ചി ടൂൾ എന്ന് പറയുന്ന ഇതിൽ ഫെബ് റീട്രേസ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലല്ല വരുന്നത്. അതിൽ കയറി നിങ്ങൾ സെറ്റിങ്സിൽ കയറി ഈ ഒരു സെറ്റിങ്സ് ആക്കുക, അതായത് 0, 0.5, 0.71, 0.791. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ അൺസെലക്ട് ചെയ്ത് കളയുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ആക്കുക. ഈ ഒരു സെറ്റിങ്സ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ കിട്ടും. ഇത്തരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മാർക്കറ്റ് തിരിച്ച് നമുക്ക് ഒരു പുൾ ബാക്ക് ചെയ്യുക, അതിനുശേഷം കഴിഞ്ഞല്ലേ വീണ്ടും ഒരു പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നത്. നമുക്ക് സെല്ല് ചെയ്യാൻ ഞാൻ പറഞ്ഞ നിരവധി തവണ SMC സ്ട്രാറ്റജി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ SMC സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ മുൻപിലെ SMC സ്ട്രാറ്റജി 50 മിനിറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് ഞാൻ ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റി നിരവധി വീഡിയോകൾ ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരേ കോൺസെപ്റ്റ് തന്നെയാണിത്, അതായത് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്. ഇത് പ്രീമിയം ഡിസ്കൗണ്ടാണ്. ഈ 50%-ൻ്റെ മുകളിൽ കാണുന്നത് പ്രീമിയം എന്നും താഴെ കാണുന്ന ഭാഗത്തെ നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയും. നമുക്കൊരു സാധനം വാങ്ങണമെങ്കിൽ
നമ്മളത് ഡിസ്കൗണ്ടിലാണോ വില കുറച്ചാണോ വില കൂടിയിട്ടാണോ വിൽക്കാൻ ശ്രമിക്കുക, വാങ്ങാൻ ശ്രമിക്കുക. വാങ്ങാനായിട്ട് നമ്മൾ ഡിസ്കൗണ്ടിൽ വന്നാൽ ശേഷം പ്രൈസ് ഡിസ്കൗണ്ടിൽ വന്നിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിയാൽ എന്താണ്, ഇവിടെ മാർക്കറ്റ് ബെയറിഷാണ്. അപ്പോൾ നമുക്കൊരു സാധനം വിൽക്കണമെങ്കിൽ നമ്മളത് പ്രീമിയമായിട്ടാണ് വിൽക്കുക, അതായത് വില കൂട്ടിയാണ് വിൽക്കാനായി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പ്രൈസ് എന്ത് ചെയ്യണം, പ്രൈസ് ഈ പ്രീമിയത്തിൽ വരാനായി വെയിറ്റ് ചെയ്യുക, പുൾ ബാക്ക് ചെയ്ത് പ്രീമിയത്തിൽ വരാനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രീമിയത്തിൽ പ്രൈസ് വരുമെന്ന് അറിയുമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ പുൾ ബാക്കിനെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, പ്രൈസ് പ്രീമിയത്തിൽ വന്നാൽ ഈ ഒരു ലെവൽ വരെ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ലെവൽ തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബാക്ക് ടെസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നോക്കുക ഏത് ലെവൽ വരെ പ്രൈസ് വരുന്നുണ്ടെന്നൊക്കെ. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത ശേഷം പ്രൈസ് ഈ 71% വരെ, മിക്ക സമയത്തും 71% വരെ വന്ന ശേഷമാണ് പ്രൈസ് തിരിച്ച് താഴേക്ക് പോകുന്നത്. ഈ പുൾ ബാക്ക് 71% വരെ വരുമെന്നാണ് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി, പുൾ ബാക്ക് ചെയ്യുകയാണ്. പുൾ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്യും. ഈ ഒരു 71 അവിടെ പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്ത ശേഷം ടാർഗറ്റ് ഈ ഒരു ലോ വെച്ച്, ഓക്കെ, പിന്നെ ഈ ഒരു ഹൈ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു. നമുക്കിവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 2.52 ആണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ടിലെ 1% മാത്രം റിസ്ക് ചെയ്യും ഒരു ട്രേഡിൽ. ഓക്കെ, അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 1% റിസ്ക് ചെയ്താൽ എനിക്ക് റിവാർഡ് അധികം കുറച്ചല്ലേ കിട്ടത്തുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത്, ട്രേഡിംഗ് എന്ന് പറയുന്നത് ലോങ് ടൈമിലുള്ള സർവൈവിങ് ആണ്, ഷോർട്ട് ടൈമിലല്ല. നമ്മളുടെ ഫണ്ട് ക്യാപിറ്റൽ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമ്മൾ ലോങ് ടൈമിലേക്കാണ് നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മളൊരു ക്യാപിറ്റൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മൾ ട്രേഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ കയ്യിരിക്കുന്ന ക്യാപിറ്റൽ നമ്മൾ പതുക്കെ ഗ്രോ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള 1% നിങ്ങൾ റിസ്ക് വെക്കുക. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ $1000 ഉണ്ട്, അതായത് 1,00,000 രൂപയുണ്ടെന്ന് വയ്ക്കുക. നിങ്ങളുടെ അക്കൗണ്ടിൽ 1,00,000 രൂപയുണ്ട്. അപ്പം നിങ്ങൾ ഈ ട്രേഡിൽ നിങ്ങൾ എത്ര ലോസ് വയ്ക്കുമെന്ന് വെച്ചാൽ 1%, അതായത് $10 നിങ്ങളിവിടെ ലോസ് വെച്ചു. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇവിടെ ഒരു $15-20 ഏകദേശം 20 അല്ല $25-30 നിങ്ങളിവിടെ കിട്ടും. ഏകദേശം 25 സംതിങ് കിട്ടും. ടാർഗറ്റ് നിങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കും 25 രൂപ, ഈ 2500 കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്. അപ്പം ഇത്തരത്തിൽ ചെറിയ നിങ്ങൾ അക്കൗണ്ട് പതുക്കെ ഇത് ചെയ്യുക. പതുക്കെയാണ് നമ്മൾ അക്കൗണ്ട് ഗ്രോ ചെയ്യിപ്പിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ കാണുന്ന കണക്ക് സ്കാൽപ്പിങ് ചെയ്ത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്നതൊക്കെ വളരെ മണ്ടത്തരമാണ് അവർ ഈ കാണിക്കുന്നതൊക്കെ. അപ്പോൾ ഈ പ്രൊഫഷണൽ ട്രേഡേഴ്സൊക്കെ അവർ മാക്സിമം കുറച്ച് ട്രേഡേഴ്സാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിൽ സിമ്പിളായിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പൊക്കെ വെച്ചാണ് അവർ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നല്ല ക്യാപിറ്റൽ കാണും. പക്ഷേ നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് നമ്മൾ അത്രയും വലിയ ക്യാപിറ്റലൊന്നും കാണത്തില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ 1%, നിങ്ങളിൽ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിലോ, അതായത് 1,00,000 രൂപ ഉണ്ടെങ്കിലോ, എത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിലോ നിങ്ങൾ അതിൻ്റെ 1% മാത്രം ട്രേഡിങ്ങിൽ ലോസ് വയ്ക്കുക. ആ 1% നിങ്ങളൊരു 5 ട്രേഡ് അടുപ്പിച്ച് ലോസ് പോയാൽ തന്നെ നിങ്ങൾ അക്കൗണ്ടിനെ അത് വലിയ കാര്യമായി ബാധിക്കത്തില്ല. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ 1% മാത്രം ലോസ് വയ്ക്കുക. അപ്പം നോക്കിയേ, ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ലേ. അപ്പം നമുക്ക് ഈ ഒരു ട്രേഡിങ് എത്ര ദിവസം കൊണ്ടാണ് ടാർഗറ്റ് അടിച്ചതെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ മുതൽ, അതായത് നമ്മുടെ പെൻഡിങ് ഓർഡർ മാർക്കറ്റ് ഹിറ്റ് ചെയ്ത മുതലാണ് നമ്മുടെ ടാർഗറ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ തൊട്ട് മെഷർ ചെയ്ത് നമ്മൾ നോക്കുകയാണ്. നമ്മൾ ടാർഗറ്റ് ഏകദേശം 6 ദിവസവും 20 മണിക്കൂറും കൊണ്ടാണ് ടാർഗറ്റ് അടിച്ചിരിക്കുന്നത്. ഏകദേശം ഒരാഴ്ചയോളം സമയമെടുത്താണ് ഈ ടാർഗറ്റ് അടിച്ചിരിക്കുന്നത്. അതേപോലെ അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജിക്ക് ഞാൻ സെറ്റ് ആൻഡ് ഫോർഗോട്ട് എന്ന് പേര് നൽകിയിരിക്കുന്നത്. അതായത് ഹയർ ടൈം ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ടാർഗറ്റ് അടിക്കാനുള്ള അത് അധികമാണ്, വിൻ റേറ്റ് അധികമാണ് ഒന്നാമത്തെ കാര്യം.
അതേപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആണ്. നിങ്ങൾ ചാർട്ട് നോക്കി ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജോലിക്ക് പോവുകയാണ്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാം. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഫ്രീഡമാണ്. അല്ലാതെ 24 മണിക്കൂറും ചാർട്ട് നോക്കിയിരിക്കുക എന്ന് വെച്ചാൽ അവിടെ എവിടെയാണ് നമുക്ക് ഫ്രീഡം കിട്ടുന്നത്? നമ്മൾ ബ്ലഡ് പ്രഷർ അധികമാവും, നമ്മൾ ക്യാപിറ്റൽ ഇങ്ങനെ കുറഞ്ഞെന്ന് കാണുകയാണ്, നമ്മൾ കൺമുമ്പിൽ തന്നെ പൈസ കൂടുകയും കുറയുകയും കാണുകയാണ്. അപ്പം ഈ ഒരു 4 ഹവറിൽ ഹയർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ 50 മിനിറ്റിലാണ്. ലോവർ ടൈം എന്ന് പറയുന്നത് 50 മിനിറ്റാണ്, ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 4 ഹവറാണ്. ഈ 4 ഹവറിലാണ് ഞാൻ ട്രേഡ് ചെയ്യാൻ മിക്ക ട്രേഡേഴ്സിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ഗായ്സ്, ഇത് സിമ്പിളാണ്. 4 ഹവർ എന്ന് പറയുന്നത് സിമ്പിളാണ്. ഏത് കൊച്ചു കുട്ടികൾക്കും പ്രൈസ് ആക്ഷൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആണ്, റിലാക്സ് ആണ്. നിങ്ങൾക്ക് കുടുംബത്തിനൊപ്പം സമയം ചിലവഴിക്കാം. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് സൈഡ് ഇൻകം കിട്ടും. നിങ്ങൾ ജോലിക്ക് ചെയ്യാം, 9 to 5 ജോലി ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ഏതാണ് ദിവസമാണ് നിങ്ങൾ കിട്ടേണ്ടത്, ഒരു 10-20 മിനിറ്റ് കൊണ്ട് ട്രേഡിംഗ് ചാർട്ട് അനലൈസ് ചെയ്യുക. അതിനുശേഷം പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്യുക. ഫോർ ഗുഡ്. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക, ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഇത്തരത്തിൽ സെറ്റ് ചെയ്യുക, നിങ്ങൾ മറന്നു കളയുക. ഓക്കെ, ട്രേഡ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം ട്രേഡിംഗ് എന്ന് പറയുന്നത് ഫ്രീഡമാണെന്ന് പറഞ്ഞു. അപ്പം ഫ്രീഡം ഇത്തരത്തിലാണ്, അല്ലാതെ 24 മണിക്കൂർ ചാർട്ട് നോക്കിയിരുന്നു നമ്മൾ ഏത് ട്രേഡിംഗ് സെക്ഷനാണ് ട്രേഡ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ നോക്കിയിരുന്നാൽ നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ ഫ്രീഡം ഉണ്ടാകത്തില്ല. നമ്മളവിടെ വീണ്ടും ജോലി തന്നെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സിമ്പിൾ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട്, സെറ്റ് ആൻഡ് ഫോർഗെറ്റ് എന്ന ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പാസീവ് ഇൻകം ഒക്കെ ഉണ്ടാക്കാനേ പറ്റും. നിങ്ങൾക്ക് സൈഡ് ഇൻകം നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പച്ചക്കറി വാങ്ങിക്കാനൊക്കെ ഇങ്ങനത്തെ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 4 ഹവറിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് പഠിക്കുക. ഈ ഒരു പ്രൈസ് ആക്ഷൻ റീഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നോക്കിയേ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ബ്രേക്ക് ചെയ്ത് പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഞാൻ പ്രീവിയസ് ആയിട്ട് പൈസ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്യാം. അപ്പം മാർക്കറ്റ് നമ്മളെ ഹൈ ഏതാണ്? നമുക്ക് ഒരു പുൾ ബാക്ക് കിട്ടണം. നമുക്ക് ഈ ഒരു ഹൈ ആണ് ഹൈ, പിന്നീട് ഈ ഒരു ലോ ആണ്. മാർക്കറ്റ് ഇവിടെ പുൾ ബാക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ എന്ത് ഫിബൊനാച്ചി ടൂൾ വയ്ക്കുന്നു. ജസ്റ്റ് നോക്കിയേ, ഞാൻ പറഞ്ഞ കള്ളമാണോ? മാർക്കറ്റ് തിരിച്ച് ഈ 79 വരെ ടച്ച് ചെയ്തില്ല. മാർക്കറ്റ് ഇവിടെ വരെ ടച്ച് ചെയ്തു. ഇവിടെ വരെ നമുക്ക് ഡ്രോ ഡൗൺ ഉണ്ടാവും. നമ്മൾ ചിന്തിക്കേണ്ടത് മറന്നു കളയുക. 1% അക്കൗണ്ടിൽ പോകത്തുള്ളൂ. ഹൈ വിൻ റേറ്റ് ഉള്ള സ്ട്രാറ്റജിയാണ്. ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ഞാൻ കഴിഞ്ഞ 3 വർഷത്തിലധികമായിട്ട് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോയിൽ കാണുന്ന മിക്ക ആൾക്കാർക്കും അറിയാം, ഞാൻ ഹയർ ടൈം ഫ്രെയിമിലാണ് അധികമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ കൺഫർമേഷൻ എൻട്രി എന്ന് പറയുന്ന ഒരു എൻട്രി കൂടെ ഞാൻ മുമ്പുള്ള വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതിനേക്കാട്ടും നല്ലതെന്ന് വെച്ചാൽ ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു ഫിബൊനാച്ചി ടൂളിൻ്റെ 71-ൽ വയ്ക്കുക, 79-ലും വയ്ക്കാം, 71-ലും വയ്ക്കാം. 79 വെച്ചാൽ 1:3 സംതിങ് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ 71-ലാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ട്രേഡ് മിസ്സാവത്തില്ല. ഓക്കെ, ട്രേഡ് മിസ്സാവാതിരിക്കാനാണ് 71-ൽ ഞാൻ വയ്ക്കുന്നത്. നമുക്ക് സ്റ്റോപ്പ് ലോസോട് വെച്ചു. നോക്കിയേ, ഒരേ റിസ്ക് റിവാർഡ് തന്നെയാണ് നമുക്ക് എല്ലാ ട്രേഡിലും കിട്ടുന്നത്. ട്രേഡ് നോക്കിയേ, ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് എത്ര ദിവസത്തിനുള്ളിലാണ് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, ഈ ഒരു ഇവിടെ നമ്മൾ ഓർഡർ ഉള്ളത്, ആ പെൻഡിങ് ഓർഡർ മാർക്കറ്റ് എടുത്തു. നമ്മളിപ്പം ഇവിടെയാണ് ട്രേഡിൽ എൻട്രി ചെയ്തത്. നോക്കിയേ, ഏകദേശം ഇവിടെ എത്തി നമ്മൾ ടാർഗറ്റ് അടിച്ചു. ഏകദേശം 14 ദിവസങ്ങളാണ്, അതായത് 2 ആഴ്ച കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടാർഗറ്റ് അടിച്ചത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജിക്ക് വളരെ സമയമെടുക്കും. പെട്ടെന്ന് നമുക്ക് ഒന്നിനും അതായത് ഒരു ദിവസം കൊണ്ട് കോടീശ്വരനാവാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ഗുണമെന്ന് പറഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആണ്. ചില്ലായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം ട്രേഡിംഗ് ചാർട്ട് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത്, ട്രേഡിംഗ് എന്ന് പറയുന്നത് ലോങ് ടൈമിലുള്ള സക്സസ് ആണ്. അതായത് ഷോർട്ട് ടൈമിൽ നമുക്ക് സക്സസ് കിട്ടത്തില്ല. അപ്പം ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓവർ ട്രേഡിംഗ് എന്ന് പറയുന്ന വിഷയം മാറ്റാൻ പറ്റും.
അതേപോലെ നിങ്ങൾക്ക് ഒരു ജോലിക്ക് കൂടെ തന്നെ ഒരു അധിക ഇൻകം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഗുണങ്ങളൊക്കെ ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി കൊണ്ട് ഈ ഒരു നിങ്ങൾക്ക് സമയം നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ട്രേഡിൽ നിങ്ങൾ എൻട്രി ആയിട്ടുണ്ടെന്ന്. നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ലോസ് ഹൈ വയ്ക്കുക, ടാർഗറ്റ് ലോ വയ്ക്കുക. ജസ്റ്റ് ഫോർഗോട്ട് മാൻ, മറന്നു കളയുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ജോലിയുടെ കൂടെ തന്നെ ട്രേഡിംഗ് റൺ ആയിക്കൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി നോക്കേണ്ട ആവശ്യമില്ല. ശനിയോ ഞായറോ സമയമുള്ള സമയത്ത് വീണ്ടും ഒരു 10-20 മിനിറ്റിനുള്ളിൽ ട്രേഡിംഗ് ഇത്തരത്തിൽ നിങ്ങൾ ഗ്രാഫ് വരച്ച് നോക്കുക. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഓക്കെ, മാർക്കറ്റ് ബെയറിഷായി, ഹൈ മനസ്സിലാക്കുക, ലോ മനസ്സിലാക്കുക, പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്യുക. അതായത് ഫിബൊനാച്ചി ടൂളിൻ്റെ ഈ ഒരു സെറ്റിംഗ് സെറ്റാക്കുക. ദെൻ ഒരു പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്തിട്ട് പോവുക, മറന്നു കളയുക. അപ്പം ഇതാണ് അടിപൊളി ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഇവിടെ നോക്കിയാൽ വീണ്ടും മാർക്കറ്റ് ബുള്ളിഷായി പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറൊന്നും ട്രേഡ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് പിന്നീട് പറയാനുള്ളത്. ഇപ്പോൾ നോക്കിയേ, ഇവിടെ നമ്മൾ മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. മാർക്കറ്റിൻ്റെ ഈ ഒരു ഹൈ ആണ് പുതിയ ഹൈ, ഈ ഒരു ലോ ആണ്. അപ്പം മാർക്കറ്റ് ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പം മാർക്കറ്റ് ബുള്ളിഷായി. ഇതാണ് പ്രൊട്ടക്റ്റഡ് ഹൈ. അപ്പം മാർക്കറ്റ് ബുള്ളിഷായി എന്ന് നമുക്ക് പറയാം. പിന്നീട് മാർക്കറ്റ് ഹയർ ഹൈ ക്രിയേറ്റ് ആയി പോവുകയാണ്. അപ്പം ഇതിലൂടെ നമുക്ക് ഇൻറ്റേർണൽ സ്ട്രക്ചർ ട്രേഡ് ചെയ്യാൻ പറ്റും, എല്ലാവരും ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിലും ട്രേഡ് ചെയ്യാം. ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ 4 ഹവറിലും ഇൻറ്റേർണൽ സ്ട്രക്ചറുണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ സ്ട്രക്ചറിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തോളൂ. അപ്പം നിങ്ങൾക്ക് ട്രേഡിംഗ് സെറ്റപ്പൊക്കെ മാസത്തിൽ ഒരു ട്രേഡിംഗ് സെറ്റപ്പ്, 2 ട്രേഡിംഗ് സെറ്റപ്പൊക്കെയാണ് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ലിസ്റ്റ് എല്ലാ ചാർട്ടിലും നിങ്ങൾ നോക്കേണ്ടി വരും. അപ്പം ഇതിലൊക്കെ നിങ്ങൾ സെറ്റപ്പ് ആകുമ്പോൾ പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്തിടുക. ഒരു ഓർഡർ ഇതായ ശേഷം നിങ്ങൾ സെറ്റപ്പ് മനസ്സിലാക്കി ട്രേഡിംഗ് ഒക്കെ സെറ്റപ്പ് മനസ്സിലാക്കാൻ വെയിറ്റ് ചെയ്യുക. പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്യുക 4 ഹവറിൽ. അപ്പം ഈ അത്രയും ഇതിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ഗോൾഡ് ട്രേഡ് ചെയ്യാറില്ല. ഗോൾഡ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് നിർത്തി. അപ്പം ഗോൾഡ് ട്രേഡ് ചെയ്യാറില്ല. ഞാൻ US13 ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ US13 ഞാനൊരു ട്രേഡ് എടുത്തു, അത് ലോസ് അടിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ട്രേഡിംഗ് സെറ്റപ്പും കാണിച്ചു തരാം. ലോസ് അടിക്കും, ട്രേഡിംഗ് ലോസ് അടിക്കും, എനിക്കറിയാം. ഞാൻ US13 ഒരു ട്രേഡിംഗ് എടുത്ത നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പം ഓക്കെ, ഇവിടെ ഞാൻ ട്രേഡ് എടുത്തു. ഒന്നാമത്തെ ട്രേഡ് എന്ന് പറയുന്നത് കറക്റ്റ് ടാർഗറ്റ് അടിച്ചു. രണ്ടാമത് ഇവിടെ ഞാൻ ട്രേഡ് എടുത്താണ് ലോസ് അടിച്ചത്. തിരിച്ച് മാർക്കറ്റ് ബുള്ളിഷായി. മാർക്കറ്റ് ഇവിടം വരെ ക്രാഷായിരുന്നു. US മാർക്കറ്റ് ക്രാഷായി വാർ സമയത്ത് ഇറന്നു. വാർ സമയത്ത് ട്രേഡ് എടുത്തത് എനിക്ക് പക്ക മണ്ടത്തരമാണ്. കാരണം എന്ന് വെച്ചാൽ 4 ഹവർ എന്ന് വെച്ചാൽ വളരെ സമയമാണ് എടുക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഇത്രയും ഫ്ലക്ച്വേഷൻ ഉള്ള സമയത്ത്, മാർക്കറ്റ് മുകളിലും താഴോട്ടും പോകുന്ന സമയത്ത് ഇങ്ങോട്ട് പോകുമെന്ന് ഈ വാർ ടൈമിലൊക്കെ മാർക്കറ്റ് ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കത്തില്ല. നമ്മൾ 4 ഹവറിലാണ് എൻട്രി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർ സമയത്ത് ട്രേഡ് എടുത്തത് എൻ്റെ കുറ്റമാണ്. ഞാൻ വീണ്ടും 2-3 സ്റ്റോപ്പ് ലോസ് എനിക്ക് ഈ സമയത്ത് അടിച്ചു. എനിക്കറിയാം ട്രേഡിങ്ങിൽ ലോസ് ഉണ്ടാവും. അപ്പം എൻ്റെ ഇതിൽ ടാർഗറ്റ് അടിച്ചു. പിന്നീട് ഈ ട്രേഡിങ്ങിൽ ഞാൻ എടുത്തപ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ചെയ്തത്. എനിക്ക് നിങ്ങളോട് മറച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ട്രേഡിങ്ങിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, അപ്പം ഇനി മുതൽ ഞാൻ സ്റ്റോപ്പ് ലോസ് അടിച്ച് എനിക്ക് മനസ്സിലായി മാർക്കറ്റ് ബുള്ളിഷായെന്ന്. അതായത് എങ്ങനെ ബുള്ളിഷായി? ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇവിടെ ബുള്ളിഷായി കഴിഞ്ഞു. മാർക്കറ്റ് തിരിച്ച് കയറി പോവുകയാണ്. US മാർക്കറ്റ് ക്രാഷ് ആയിരുന്നു. ഞാൻ ഈ ഇടയ്ക്കെടുത്ത ട്രേഡാണിത്. ഇതിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, ഇതിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. പിന്നീട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതിൽ ഞാൻ ഇവിടെ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ ട്രേഡ് മിസ്സായിപ്പോയി. അപ്പം ഞാൻ US13 ഇവിടെ ഞാൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്. അപ്പം ഈ ഭാഗത്ത് ഞാൻ തിരിച്ച് മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്ത ശേഷം ഈ ഒരു ഭാഗത്ത് ഞാൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വാറിൻ്റെ ന്യൂസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയമായതുകൊണ്ട് ഞാനത് നിർത്തി.
ട്രേഡ് ഞാൻ പെൻഡിങ് ഓർഡറൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പം 4 hour ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂസ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ആ കാര്യം പറയാൻ മറന്നുപോയി. ന്യൂസ് സമയത്ത് ട്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് 4 hour എന്ന് വെച്ചാൽ ന്യൂസ് 4 hour സ്ട്രക്ചറിനകത്ത് അത്രയും അധികം ബാധിക്കുന്ന കാര്യമില്ല ന്യൂസൊക്കെ വന്നാൽ. ഓക്കെ, ന്യൂസ് വരുമ്പോൾ ചിലപ്പം ചെറിയൊരു പുൾ ബാക്കൊക്കെ വരും. പക്ഷേ 4 hourനെ അതൊന്നും ബാധിക്കത്തില്ല. ന്യൂസോ കാര്യങ്ങളൊന്നും അധികമായിട്ട് ബാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ട് ട്രേഡ് ചെയ്യാം. ന്യൂസ് സമയത്തോ നിങ്ങൾ ചെയ്യേണ്ട പെൻഡിങ് ഓർഡർ ഇടുക, ജസ്റ്റ് മറന്ന് കളയുക. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ അപ്ഡേറ്റ് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. വളരെയധികം വീഡിയോസ് ഇതിനെപ്പറ്റി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ആഷിഖ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോയ്ക്ക് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ ഗൈസ്.